മെമ്പർമാരെ കേൾക്കുന്നതിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ പ്രസിഡന്റിനെ മാത്രം കേട്ടാലും മതി. എന്നിട്ടേ കമ്മിറ്റിയെ പിരിച്ചുവിടാവും. പിരിച്ചുവിടുമ്പോൾ അവിടെ ഭരണസ്തംഭനം ഉണ്ടാവും അല്ലേ? ആ ഭരണസ്തംഭനം ഒഴിവാക്കി 6 മാസക്കാലത്തേക്കാണ് നിയമിക്കുന്നത്. എന്ന് വെച്ചാൽ 6 മാസത്തിനുള്ളിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി അധികാരം തിരഞ്ഞെടുക്കപ്പെട്ട കേരള ബാങ്കില് ഇലക്ഷൻ കഴിഞ്ഞ് ഭരണസമിതി അധികാരം എടുക്കുമ്പോൾ ബാങ്കിന് വേണ്ടി ചെക്കിൽ ഒപ്പിടുന്നതിന്, കേരള ബാങ്കുമായി ഇടപാടുകൾ നടത്തുന്നതിന് പ്രസിഡന്റായ ഇന്നാരെയും സീനിയർ ബോർഡ് മെമ്പറായ ഇന്നാരെയും അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റായ ഇന്നാരെയും, ബാങ്കിന് വേണ്ടി സെക്രട്ടറിയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തി തീരുമാനിക്കുന്നു. ഈ SKDC ആലപ്പുഴ സംഘടിപ്പിച്ച ഈ 2 ദിവസത്തെ പരിശീലന പരിപാടി 3 ദിവസത്തെ പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ പങ്കെടുത്തുള്ള സെക്രട്ടറി, അതേപോലെ തന്നെ ഡയറക്ടേഴ്സ് ആൻഡ് പ്രസിഡന്റ്, അവർക്ക് ഈ ക്ലാസ് വളരെ ഉപയോഗപ്രദമായിരുന്നു എന്ന് അറിയിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. തുടർന്നും നമ്മൾ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയാണ്, അത് നിങ്ങളെ അറിയിക്കും. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സർവീസ് സഹകരണ ബാങ്കിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള തീരുമാനം എടുത്തത് തൃശ്ശൂർ പാക്സിൻ്റെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു ക്ലാസ് ഫണ്ട് മാനേജ്മെൻറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. പക്ഷേ നമ്മളത് എത്ര സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നില്ല എന്ന്. ഞാനൊരു കമേഴ്ഷ്യൽ ബാങ്കിൽ 35 വർഷം സർവീസ് ഉണ്ടായിരുന്നതാണ്. കനറ ബാങ്കിൽ സെക്രട്ടറിയാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഏരിയ ആണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ സെക്രട്ടറിയും ഞാനും കൂടി പങ്കെടുത്തപ്പോൾ ഇത് ബാങ്കിലെ മുഴുവൻ ജീവനക്കാർക്കും അവയർനെസ് ഉണ്ടാക്കേണ്ട ഒരു വിഷയമാണ് എന്ന ബോധ്യത്തിൽ അതിനെക്കുറിച്ച് സംസാരിച്ചു. പക്ഷെ ഒരുപാട് ഏരിയകൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ശരിയാക്കേണ്ടതുണ്ട്. ഡ്യൂബൈ ആ ഒരു ഏരിയ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഒരുപാട് ഓരോ വർഷത്തെ പൊതുയോഗത്തിലും ഓഡിറ്റർ മാറ്റിവെക്കും, അത് പിന്നെ ശ്രദ്ധിക്കില്ല, അവർ കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റും, അതിന് മാർഗങ്ങളുണ്ട്, ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളതിനോട് കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോഴാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു ടീം എന്ന നിലയിൽ പ്രസിഡൻറ്റും സെക്രട്ടറിയും മാനേജറും കൂടി പങ്കെടുക്കാൻ തീരുമാനിച്ച് ഞങ്ങളിവിടെ ഹാജരായതാണ്. സെക്രട്ടറി കൃഷ്ണകുമാർ, മാനേജർ സുലൈമാൻ. അപ്പോൾ ഞങ്ങൾ മനസ്സിൽ കണക്കാക്കിയിരിക്കുന്നത് അടുത്ത നാളിൽ തന്നെ ബാങ്കിലെ മുഴുവൻ ജീവനക്കാർക്കും ഈ ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഒരു അവയർനെസ് ക്ലാസ്, ഒരു 1 ഡേ ക്ലാസ് കൊടുക്കാൻ തയ്യാറാക്കാം എന്നുള്ളതാണ്. അതിന് സാജി സാറിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട്. തിരിച്ചുപോയി അനുയോജ്യമായ ഒരു ദിവസം കണ്ടെത്തി അറിയിച്ചാൽ അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ആവശ്യമായ രീതിയിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബാങ്കിൻ്റെ പുരോഗതിയിൽ നിർണായകമായ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് സാജി സാറിൻ്റെ ഒരു ഫണ്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന വിഷയത്തെ
ആസ്പദമാക്കിയിട്ട് നടത്തിയിട്ടുള്ള തൃശ്ശൂർ നടത്തിയിട്ടുള്ള ക്ലാസ് യൂണിറ്റ് ബാങ്കിനെ പ്രതിനിധീകരിച്ചാണ് പ്രസിഡന്റും സെക്രട്ടറിയും ഉണ്ട്. ഞാൻ ഡയറക്ടറാണ്. ഞങ്ങളവിടെ ഒരു ഗ്രാമപ്രദേശത്ത് ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് പ്രവർത്തിക്കുന്ന ബാങ്കാണ്. വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്കൊരു വെളിച്ചെണ്ണ യൂണിറ്റും ഉണ്ട്. പൊതുവിൽ 3 ദിവസത്തെ ക്ലാസ്സും പ്രയോജനകരമായിരുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ് കുറച്ചും കൂടെ നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ഈ 3 ദിവസത്തിൽ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളായിരുന്നു രാജസ്ഥാൻ കൈകാര്യം ചെയ്തത്. അപ്പോൾ ക്ലാസ് പ്രയോജനകരമായിരുന്നു. ക്ലാസ്സുമായി ബന്ധപ്പെട്ട് വയ്ക്കാനുള്ള പുതിയ നിർദ്ദേശം ഒരു ടോപ്പിക്ക് വൈവിധ്യവൽക്കരണം കുറച്ചും കൂടെ നമുക്ക് സബ്ജക്റ്റായിട്ട് എടുക്കാൻ കഴിഞ്ഞാൽ കുറച്ചും കൂടെ പ്രയോജനകരമായിരിക്കും. പങ്കെടുത്ത എല്ലാ പ്രതിനിധികൾക്കും ബഹുമാന്യരായ 2 ആക്ടിവിറ്റീസിനും വെടുന്നല്ലൂർ സർവീസ് ബാങ്കിന് വേണ്ടി നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.